അതായത് ഞാൻ ഈ ജോൺ വിക്ക് മൂവിയിലാണ് ആദ്യമായിട്ട് ഈ ക്രിപ്റ്റോ ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു കോയിൻ കൊടുക്കുന്നു. ജോൺ വിക്ക് മൂവി കണ്ടവർക്കൊക്കെ അറിയാം, അതിൽ മൊത്തം ട്രാൻസാക്ഷൻ കോയിൻസ് ആണ്. അത് ഈ ക്രിപ്റ്റോ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും. ടാക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ? ടാക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഓരോ രാജ്യത്തും ഓരോ ടാക്സ് ആണ്. ഇപ്പൊ ഇന്ത്യയിൽ പറയണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ടോക്കണോ കോയിൻസ് ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ സെല്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ അതിന്റെ 30% ഗവൺമെന്റ് ടാക്സ് അടക്കണം. ഇതാണ് ഗവൺമെന്റ് പറയുന്നത്. 1 കോടി നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിന്റെ 30 ലക്ഷം രൂപ ടാക്സ് അടക്കണം. പക്ഷെ അത് ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ 30% ടാക്സ് എന്ന് പറയുന്നത് ഒരു 5% അല്ല 10% ആക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ നടക്കുന്ന കംപ്ലീറ്റ് ട്രാൻസാക്ഷനും വിദേശത്തേക്ക് പോകാണ്ട് ഇവിടെ തന്നെ അത് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നേരെ ദുബായിലേക്ക് പോകും, അല്ലെങ്കിൽ മറ്റേ രാജ്യത്തേക്ക് പോകും, അവിടുന്ന് വിഡ്രോ ചെയ്യും, അവിടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യും, ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ആ കമ്പനിയുടെ പേരിൽ അക്കൗണ്ടിൽ നിന്ന് പൈസ ഇങ്ങോട്ട് വരും. അപ്പൊ ഗവൺമെന്റ് നഷ്ടത്തിലായിരിക്കും. അപ്പോൾ 30% എന്നുള്ളത് മാറ്റിയിട്ട് ഒരു 5-10% ആക്കിയാൽ ഏറ്റവും കൂടുതൽ ക്രിപ്റ്റോ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇന്ത്യക്കാരാണ്. അപ്പൊ അത്രയും ആൾക്കാരുടെ ട്രാൻസാക്ഷൻ്റെ ബെനിഫിറ്റ് നമ്മുടെ ഇന്ത്യൻ സർക്കാരിലേക്ക് പോകും. അത് സർക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഒരു ഇന്റർനാഷണൽ കറൻസി അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ വിനിമയം നടക്കുന്നത് ഡോളറിന്റെ ഒരു കണക്കിലാണ്. ഇപ്പൊ യൂട്യൂബ് റവന്യൂ ആയാലും ഒരു ബിസിനസ് എന്ത് കോട്ടിയാണെങ്കിലും ഇത്ര ഡോളർ. അപ്പൊ ഡോളറിന്റെ ഒരു മാറ്റമാണോ ഈ ക്രിപ്റ്റോ കറൻസി? ഡോളറിന്റെ മാറ്റം എന്ന് പറഞ്ഞാലേ ഈ ഇതിൽ തന്നെ USDT എന്ന് പറയും. ഇപ്പൊ ഈ ഡോളറിന്റെ തന്നെ സമാനമായിട്ടുള്ള ഒരു സിസ്റ്റം, അതായത് ഈ വാലറ്റ് ടു വാലറ്റിലേക്ക് പോകാൻ ഒരു സിസ്റ്റം വേണമെങ്കിൽ അത് USDT പറ്റുള്ളൂ. ഡോളർ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് USDT, അതായത് നമുക്ക് അതിന്റെ തത്വത്തില്, അതായത് ഡോളറിന് സമാനമായിട്ടുള്ള ഒരു റേറ്റ് ഉള്ളതാണ് USDT എന്ന് പറയുന്നത്. അപ്പൊ ആ USDT ആണ് നമ്മൾ കൂടുതലും വേൾഡിൽ മൊത്തം ട്രാൻസാക്ഷൻ നടക്കുന്നത്. അതായത് കോയിൻസ് എന്ന് പറയുന്നത് ഒരു വെർച്വൽ കറൻസി ആയിട്ട് ഒരു ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ. അപ്പൊ ഈ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് BIP20 ഉണ്ട്, എത്തർ ഉണ്ട്, ടെതർ ഉണ്ട്, അങ്ങനെ പല പല ബ്ലോക്ക് ചെയിൻ ഉണ്ട്. അപ്പൊ ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് എന്താണ്, ഓരോ വ്യക്തികളും ജോയിൻ ചെയ്യുന്ന സമയത്ത് ഓരോ നോഡായിട്ട് മാറും. അപ്പൊ ഈ നോഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ കമ്പ്യൂട്ടറിൽ ക്രിയേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നോഡാണ്. ഇതിനെ നമ്മൾ 1000 പേരുണ്ടെങ്കിൽ 1000 പേരിലേക്കും ഓരോരോ നോഡായിരിക്കും. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കമ്പനി ഒരു കാര്യം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റം വരുത്താൻ പറ്റില്ല. പിന്നെ ഈ 1000 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1,00,000 പേരുണ്ടെങ്കിൽ 1,00,000 പേരുടെ കമ്പ്യൂട്ടറിൽ നിന്നും മാറ്റം വരുത്തേണ്ടി വരും. പറഞ്ഞത് എന്താണോ അതുപോലെ നമുക്ക് ചെയ്യേണ്ടി വരും. അതാണ് ഈ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയിലൂടെ വരുന്നത്. അപ്പൊ ആൾക്കാർക്ക് ട്രസ്റ്റാണ്. എന്നാൽ ഇതേ രീതിയിൽ തന്നെ പല സ്കാമായിട്ടുള്ള ആൾക്കാരും വരുന്നുണ്ട്. അവരും ഇത് തന്നെ അവർ പറയുന്നത്. പക്ഷെ അവർ സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറേയൊക്കെ ഓഫർ ചെയ്യും. ആ ഓഫർ ചെയ്ത് കൂടുതൽ ഓഫർ കിട്ടുമ്പോഴാണല്ലോ ഓഫറിന്റെ കുറേ ആൾക്കാർ പോകണം. പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാർ എവിടെ ഓഫർ കിട്ടിക്കഴിഞ്ഞാലും അവിടെ നേരെ അങ്ങോട്ട് പോകുക എന്നുള്ളതാണ്. ഓഫറാണ് പ്രധാനം പറഞ്ഞത്. പക്ഷെ അതിന്റെ പിന്നിലുള്ള ചതി എന്താണെന്ന് നോക്കൂ. അതായത് ഒരു സാധനം വിൽക്കുമ്പം അവന് ലാഭം കിട്ടിയാലേ വിൽക്കുള്ളൂ, അവൻ്റെ മുതലൊന്നും ഒരിക്കലും നഷ്ടപ്പെട്ട് വിൽക്കുമോ. അപ്പോൾ എപ്പോഴും ഓഫറിന്റെ പുറകെ പോകുമ്പം അതിന്റെ പിന്നിൽ ചില പ്രോബ്ലംസ് കൂടി ഉണ്ടാകും, പ്രത്യേകിച്ച് ക്രിപ്റ്റോ മേഖലയിൽ.